പേര് കേട്ട മഹാനാട്. അദ്ദേഹത്തിന് 6-7 വയസ്സുള്ള സമയം അദ്ദേഹത്തിന്റെ പിതാവ് ഈസൽ യഅഫൂർ റളിയല്ലാഹു അൻഹു അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് ഒരു തജ്വീദ് പണ്ഡിതന്റെ, ഖുർആൻ പണ്ഡിതന്റെ അരികിലേക്ക് കൊണ്ടു ചേർക്കുന്നു, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ആദ്യത്തെ ദിവസം സൂറത്തുൽ മുസമ്മിലിലെ ആദ്യത്തെ വരി മനപ്പാഠമാക്കി തജ്വീദ് അനുസരിച്ച് ഓതം പഠിച്ചു. എന്നിട്ട് ബാപ്പാന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ബാപ്പാ, ഇന്ന് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിലിലെ ഏറ്റവും ആദ്യത്തെ ആയത്തുകളാണ് ഞാൻ മനപ്പാഠമാക്കിയത്. പക്ഷേ ബാപ്പ, എനിക്കൊരു സംശയമുണ്ട്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. അല്ലയോ പുതപ്പ് കൊണ്ട് പുതച്ചു മൂടിക്കിടക്കുന്ന നേതാവേ, രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെപ്പറ്റിയാണ് പറയുന്നത്? ബാപ്പാ, പുതപ്പ് കൊണ്ട് പുതച്ചു മൂടിക്കിടക്കുന്ന നേതാവേ, പുതപ്പ് കൊണ്ട് പുതച്ചു മൂടിക്കിടക്കുന്ന നേതാവേ, ഈ പറഞ്ഞ നേതാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ് ബാപ്പാ? ബാപ്പ പറഞ്ഞു, അത് നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ ആ ചെറിയ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം, എന്നിട്ട് ഇന്നേ വരെ ബാപ്പ ആ തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ ബാപ്പാ. ബാപ്പ ഇന്നേ വരെ ആ തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ ബാപ്പ ഒരു മറുപടി പറഞ്ഞു, മോനെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർബന്ധമാണ്, കാർക്കശ്യമുള്ള കർമ്മമാണ്, അതുകൊണ്ടാണ് ബാപ്പ ചെയ്യാത്തത്. ഏതായിരുന്നാലും ആ ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസം മറ്റൊരായത്ത് കൂടി മനപ്പാഠമാക്കി. വാപ്പാന്റെ അരികിലേക്ക് വന്ന് ആ മോന് വന്ന് പറയുന്നു, വാപ്പാ, ഇന്ന് മറ്റൊരു ആയത്ത് ഞാൻ മനപ്പാഠമാക്കിയിട്ടുണ്ട്. ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട്, അല്ലാഹുവിന്റെ നോട്ടമുണ്ട്. ഉടനെ ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം, ബാപ്പാ, ബാപ്പാ, ആ വതായിഫത്തും മിനല്ലദീന മാഅക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം തഹജ്ജുദ് നിസ്കരിക്കുമെന്ന് പറഞ്ഞ ആ സൂറത്തുൽ മുസമ്മിലിൽ ടീമാരാണ് ബാപ്പാ? ബാപ്പ പറഞ്ഞു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി അനുകരിക്കുകയും ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന, ഫോളോ ചെയ്യുന്ന സ്വഹാബത്താണ്. ഉടനെ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം, ബാപ്പാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുകരിക്കാത്ത ഈ ജീവിതത്തിന്, സ്വഹാബത്തിനെ ഫോളോ ചെയ്യാത്ത ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് ബാപ്പാ? ആ ചെറിയ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം ആ ബാപ്പയെ ചിന്തിപ്പിച്ചു. അന്ന് രാത്രി മുതൽക്ക് തഹജ്ജുദ് നിസ്കാരം ആരംഭിച്ചു. ബാപ്പ നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ ആ ചെറിയ കുട്ടി ബാപ്പാന്റെ അരികിലേക്ക് വന്നു, വാപ്പാ, എനിക്കും ബാപ്പാന്റെ കൂടെ നിസ്കരിക്കണം, എനിക്കും ബാപ്പാന്റെ കൂടെ നിസ്കരിക്കണം. ബാപ്പ പറഞ്ഞു, മോനെ, നീ ചെറിയ മോനാണ്, നീ നന്നായി കിടന്നുറങ്ങേണ്ട സമയമാണ്, നിന്റെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടേണ്ട സമയമാണ്, നിന്നെ വിളിക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കുന്നതാണ്, അതുകൊണ്ട് മോൻ ഉറങ്ങിക്കോ. അപ്പോൾ ആ കുഞ്ഞുമോന്റെ, ആ ചെറിയ മോന്റെ നിഷ്കളങ്കമായ സംസാരം, ബാപ്പാ, ഞാനും നിങ്ങളും ഈ ലോകത്തോട് ഇവിടെ പറയേണ്ടവരാണ്, ഞാനും നിങ്ങളും ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ്. ഞാനും നിങ്ങളും ഈ ലോകത്തോട് വിട പറഞ്ഞാൽ പാരത്രികാലോകത്ത് സൂര്യൻ ഒരു ചാൺ ഉയരത്തിൽ പതിപ്പിക്കപ്പെടുന്ന ഭീതിജനകമായ നാളിൽ, തണിയില്ല, തുണയില്ല, തുണിയില്ല, ഏവരും നെട്ടോട്ടമോടുന്ന ഭീതി നിറഞ്ഞ നാളിൽ, ഏവരും ബേജാറുകൊള്ളുന്ന നാളിൽ, അള്ളാഹുവിന്റെ കഠിന കഠോരമായ വിചാരണയുടെ നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ നേർക്ക് നീ എന്തുകൊണ്ടാണ് തഹജ്ജുദ് എന്ന സുന്നത്ത് പതിവാക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ബാപ്പാനെ ചൂണ്ടി പറയും, ഈ ബാപ്പയാണ് ആ സുന്നത്ത് മുടക്കിയത് എന്ന്, ഈ ബാപ്പയാണ് ആ സുന്നത്ത് മുടക്കിയത് എന്ന്. അതുകൊണ്ട് ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെയും കൂടെ നിസ്കരിക്കാൻ കൂട്ടണം എന്ന് പറഞ്ഞ ഒരു മകനെയും അത് ഉൾക്കൊണ്ട ബാപ്പയെയും കാണാം. ഈ ഒരു ചോദ്യം പാരത്രികാലോകത്ത് നമ്മുടെ മക്കൾ നമ്മുടെ നേർക്ക് ചൂണ്ടി പറയുമോ പറയില്ലേ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്നത് നല്ലതാണ്. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വസ്ത്രം ധരിച്ചത്?
നഗ്നത മറയ്ക്കാതെ ജീവിച്ചത് എന്ന് വാപ്പ ചോദിക്കുമ്പോൾ ആ മകൻ ആ മകൾ ബാപ്പയെ ചൂണ്ടി ഉമ്മയെ ചൂണ്ടി പറയും, ഈ ബാപ്പയാണ്, ഈ ഉമ്മയാണ് ഈ ശീലം എന്നിലൂടെ വളർത്തിയത്. ഇങ്ങനെ ചെയ്യുന്ന ഓരോ തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുമ്പോൾ ഓരോ മക്കളും അവരുടെ രക്ഷിതാക്കളെ ചൂണ്ടി പറയുന്നതാണ്, ഇവരാണ് ആ സംസ്കാരം പഠിപ്പിച്ചത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. എല്ലാ കുട്ടികളും ജനിക്കുന്നത് സ്വച്ഛ പ്രകൃതിയോടുകൂടെയാണ്. പക്ഷേ മാതാപിതാക്കളാണ് അവനെ നസറാനിയാക്കുന്നതും അവനെ ജൂതനാക്കുന്നതും അവനെ മജൂസിയാക്കുന്നതും, അഥവാ മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെ പേറുന്നവനാക്കുന്നതും സ്വന്തം സംസ്കാരങ്ങളെ വഹിക്കുന്നവനാക്കുന്നതുമല്ല മാതാപിതാക്കളാണ്. ആ വലിയ സന്ദേശം ഈ സ്വലാത്ത് വാർഷികത്തോടനുബന്ധിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് നിർവഹണത്തിലൂടെ സുന്നത്തിനോട് വലിയ താല്പര്യം, സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള വലിയ അഭിനിവേശം, ആവേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി.